നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. എം സ്വരാജിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. ഉപതെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത 5 കോവിഡ് മരണം. കേരളത്തിൽ 2007 പേർ ചികിത്സയിൽ. രാജ്യത്താകെ 10 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പിൻവാങ്ങുമെന്ന് ഇറാൻ സന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ട്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഞായറും തിങ്കളും വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സജ്ജമാക്കുന്ന കമ്മീഷനിംഗ് പ്രക്രിയ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി. 263 പോളിംഗ് ബൂത്തുകളിലേക്ക് റിസർവ് ഉൾപ്പെടെയുള്ള മെഷീനുകൾ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സജ്ജമാക്കുന്ന കമ്മീഷനിംഗ് പ്രക്രിയ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി. ഭരണാധികാരിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകന്റെയും സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിൽ നിന്നുള്ള എഞ്ചിനീയർമാരാണ് കമ്മീഷനിംഗ് പ്രക്രിയ പൂർത്തീകരിച്ചത്. 263 പോളിംഗ് ബൂത്തുകളിലേക്ക് റിസർവ് ഉൾപ്പെടെയുള്ള മെഷീനുകൾ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ തിരഞ്ഞെടുത്ത 5% മെഷീനുകളിൽ 1000 മോക്ക് വോട്ടുകൾ രേഖപ്പെടുത്തുകയും ഈ വോട്ടുകൾ വിവിപാറ്റ് സ്ലിപ്പുമായി താരതമ്യം ചെയ്ത് കൃത്യത ബോധ്യപ്പെടുത്തുകയും ചെയ്തു. മലപ്പുറം ജില്ലാ കളക്ടർ BA വിനോദ് സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. M5 ന്യൂസ്, തിരുവനന്തപുരം. നിലമ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി ആരാടൻ ഷൗക്കത്തിനായി വയനാട് MP പ്രിയങ്ക ഗാന്ധി ഇന്ന് മണ്ഡലത്തിലെത്തി. മൂത്തയിടത്തും നിലമ്പൂരിലുമാണ് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ നടന്നത്. അതേസമയം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലാണ് BJP തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറിനായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും തൃണമൂൽ കോൺഗ്രസ് MP-യുമായ യൂസഫ് പത്താൻ റോഡ് ഷോ നടത്തി. ജൂൺ 19-നാണ് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 23-ന് ഫലപ്രഖ്യാപനവും നടക്കും. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വൻ വിജയ പ്രതീക്ഷയിലാണ്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നന്നായി ആരംഭിച്ച് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് UDF-ന് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ മത്സരം UDF-ഉം LDF-ഉം തമ്മിൽ തന്നെയാണ്. കേരള സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പാകണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് UDF-ന് പ്രത്യേകമായ താല്പര്യമുണ്ട്. വോട്ടർമാരോട് ആ കാര്യം ഞങ്ങൾ തുറന്നു പറഞ്ഞു. വോട്ടർമാർ ആ നിലപാട്, ഞങ്ങളുടെ നിലപാട് പൂർണ്ണമായും സ്വീകരിക്കുന്ന മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മന്ത്രിമാരെല്ലാവരും തമ്പടിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും നൽകിക്കൊണ്ടാണ് അവരുടെ പ്രചരണ പരിപാടികൾ കൊണ്ടുപോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി നിലപാട് വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമി പഴയ പോലെ അല്ലെന്നും മതരാഷ്ട്രവാദികളല്ല എന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഈ നിലപാട് തന്നെയാണോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനുള്ളത് എന്നത് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരിൽ നടന്ന പ്രതിഷേധത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഇല്ലെന്നാണ് താൻ പറഞ്ഞതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പഹൽഗാം ആക്രമണം നടന്നതിന് പിന്നാലെ ആദ്യം പ്രതിഷേധം നടന്നത് ജമ്മു കാശ്മീരിലാണ്. അതിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയാണ്. വസ്തുതാപരമായ കാര്യം തന്നെയാണ് താൻ പറഞ്ഞത്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ അതിശക്തമായ ജനകീയമായ മുന്നേറ്റം ഉണ്ടായപ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു നിന്ന ഒരേ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. M5 ന്യൂസ്, മലപ്പുറം.
UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് വോട്ട് തേടി ചലച്ചിത്ര താരം രവീന്ദ്രൻ നിലമ്പൂരിലെത്തി. നിലമ്പൂർ ടൗണിലാണ് വീടുകളിലും കടകളിലും കയറി വോട്ട് തേടിയത്. 80കൾ മുതൽ സിനിമകളിൽ സജീവമാണ് രവീന്ദ്രൻ. പാടമൊന്നു വിലാപം, ദൈവനാമത്തിൽ, വിലാപങ്ങൾക്കുപുറം എന്നീ മികച്ച സിനിമകളുടെ സൃഷ്ടാവായ ഷൗക്കത്ത് മികച്ച കലാകാരനും തന്റെ സുഹൃത്തുമാണെന്ന് രവീന്ദ്രൻ പറഞ്ഞു. കാളിക്കാവ് അടക്കാക്കുണ്ടിൽ കടുവാക്രമണത്തിൽ മരണപ്പെട്ട ചോക്കാട് കല്ലമൂലയിലെ ഗഫൂർ അലിയുടെ വീട് സന്ദർശിച്ച വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് മന്ത്രി എത്തിയത്. സർക്കാർ മുൻപ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തുമെന്നും മന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകി. കഴിഞ്ഞ 24 മണിക്കൂറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് 5 കോവിഡ് മരണം. കേരളത്തിൽ 2007 പേരാണ് ചികിത്സയിലുള്ളത്. രാജ്യത്താകെ 10 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് കണക്ക് പുറത്തുവിട്ടത്. ഈ സീസണിൽ കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് 28 പേരാണ്. അതേസമയം കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറവാണ് കോവിഡ് കണക്കിൽ കാണിക്കുന്നതെന്നത് ആശ്വാസമാണ്. പനി, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, തലവേദന, ക്ഷീണം എന്നിവയാണ് പ്രധാനമായും കോവിഡ് ലക്ഷണങ്ങൾ. കേസുകളുടെ വർധനവ് കണക്കിലെടുത്ത് കിടക്കകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, പരിശോധനാ കിറ്റുകൾ, വാക്സിനുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ നിരവധി സംസ്ഥാനങ്ങൾ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രായമായവരും അനുബന്ധ രോഗമുള്ളവരും തിരക്കേറിയ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇറാന്റെ മിസൈൽ ആക്രമണം കനത്ത നാശമാണ് വിതച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി ഇസ്രയേലിലെ ജനവാസ മേഖലകളിലേക്കാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി ഇസ്രയേലിലെ ജനവാസ മേഖലകളിലേക്കാണ് ഇറാൻ മിസൈൽ തൊടുത്തുവിട്ടത്. ഇറാന്റെ ആക്രമണത്തിൽ 10 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. അതേസമയം ഇറാന് നേരെ ഇസ്രയേലും ശക്തമായ ആക്രമണമാണ് നടത്തിയത്. ടെഹ്റാനിലെ ഇറാൻ പ്രതിരോധ മന്ത്രാലയം ആസ്ഥാനത്തിന് നേരെയും പ്രധാന എണ്ണപ്പാടങ്ങൾക്ക് നേരെയും ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായി. എണ്ണ സംഭരണശാലകളിൽ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ വൻ അഗ്നിബാധയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലെ ഇസ്രായേൽ ആക്രമണത്തിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം 78 പേർ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു റിപ്പോർട്ട്. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പിൻവാങ്ങുമെന്ന് ഇറാൻ സന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ട്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനെ ഇറാൻ സമീപിച്ചു. സെക്രട്ടറി ജനറലുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചതായാണ് വിവരം. ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒത്തുതീർപ്പിൽ എത്തുമോയെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഉത്തരാഖണ്ഡ് ഹെലികോപ്റ്റർ അപകടത്തിൽ 7 മരണം. കേദർനാഥിലേക്ക് തീർത്ഥാടകരുമായി പോയ ഹെലികോപ്റ്ററാണ് തകർന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 6 തീർത്ഥാടകരും പൈലറ്റും അപകടത്തിൽ മരിച്ചു. ഉത്തരാഖണ്ഡിലെ ഗൗരികുണ്ടിലാണ് അപകടമുണ്ടായത്. ഡെഹ്റാഡൂണിൽ നിന്നും കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. ഗൗരികുണ്ടിനും സോൻപ്രയാഗിനുമിടയിൽ ഹെലികോപ്റ്റർ കാണാതായിരുന്നു. പിന്നാലെയാണ് തകർന്നു വീണ വാർത്ത പുറത്തു വരുന്നത്. ഇന്ന് പുലർച്ചെ 5:20-നാണ് അപകടം സംഭവിച്ചതെന്ന് ഉത്തരാഖണ്ഡ് സിവിൽ ഏവിയേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. ഗുപ്തകാശിയിൽ നിന്ന് കേദാർനാഥിലേക്ക് പറന്നുയർന്ന ആര്യൻ ഏവിയേഷന്റെ ഹെലികോപ്റ്ററാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ ഗൗരികുണ്ടിലെ കാട്ടിൽ തകർന്നു വീണത്. 10 മിനിറ്റ് പറന്ന വിമാനം ഗൗരികുണ്ടിനും സോനപ്രയാഗിനും മധ്യേ തകർന്ന് തീ പിടിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഇറാന് മേലുള്ള ഇസ്രായേൽ കയ്യേറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടേറിയറ്റ്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വവിരുദ്ധമായ അതിക്രമണത്തിനെതിരെ ഇന്ത്യയും ലോകരാഷ്ട്രങ്ങളും നിലപാടെടുക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിൻ്റെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തെ വളരെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെൻറ്റും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ തീർക്കണം, അല്ലെങ്കിൽ ലോകം ഒരു യുദ്ധ ഭീഷണിയുടെ വക്കീലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇൻ ദി റെസൊല്യൂഷൻ it passed, we have appealed to the government of India and other influential countries to intervene immediately to stop the aggression and the unilateral attack, unnecessary attack all of a sudden on a fine morning by Israel. The world is very much upset on what was going on so world has to rise to the occasion and stop Israel from doing such things. India government had an history like that, should definitely act on that and intervene in the warlike situation that is being created in the world. This is a very important resolution that has been passed today in the meeting held by IUML Secretariat in Chennai. 274 പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തെ തുടർന്ന് AI-171 എന്ന വിമാന നമ്പർ ഒഴിവാക്കാൻ എയർ ഇന്ത്യയുടെ തീരുമാനം. അപകടത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ തീരുമാനം.
ജൂൺ 17 മുതൽ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് സർവീസ് നടത്തുന്ന വിമാനത്തിന് AI 159 എന്ന നമ്പറാകും ഉപയോഗിക്കുക. ടിക്കറ്റ് ബുക്കിംഗിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ബേപ്പൂരിൽ തീപിടിച്ച വാൻഹായ് 503 കപ്പലിൽ നിന്ന് പതിച്ച കണ്ടെയ്നറുകൾ കൊല്ലം, എറണാകുളം, ആലപ്പുഴ തീരങ്ങളിലെത്താൻ സാധ്യതയുണ്ടെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. കണ്ടെയ്നർ കണ്ടാൽ 200 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നും ഏതെങ്കിലും വസ്തുക്കളിൽ തുടരരുതെന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എറണാകുളം ജില്ലയുടെ തെക്ക് ഭാഗത്തും ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരങ്ങളിലുമാണ് മുന്നറിയിപ്പുള്ളത്. തിങ്കൾ മുതൽ ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ തീരം തൊടാനാണ് സാധ്യത. കണ്ടെയ്നർ കണ്ടാൽ 200 മീറ്റർ അകലം പാലിക്കണമെന്നും കോസ്റ്റ് ഗാർഡ് നിർദ്ദേശിച്ചു. കണ്ടെയ്നറുകളെ കുറിച്ചുള്ള വിവരം 112-ൽ വിളിച്ചറിയിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. തിരുവനന്തപുരം പനച്ചമൂട് യുവതിയെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിനോദ് കുറ്റം സമ്മതിച്ചു. യുവതിയെ കൊന്ന് കുഴിച്ചിട്ടതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞതായാണ് വിവരം. ഇക്കഴിഞ്ഞ 12-ാം തീയതി രാവിലെ 7-നും 8-നും ഇടയിലാണ് കൊല നടത്തിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ഇന്നലെ രാത്രി മൃതദേഹം കുഴിച്ചിടുകയായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് സമ്മതിച്ചതായാണ് വിവരം. ഇയാൾക്കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്ത സന്തോഷിന് കൊലപാതകത്തിൽ പങ്കില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. M5 ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ട്രോളി ബാഗുകളിലായി 37 കിലോ കഞ്ചാവുമായി 2 യുവതികൾ പിടിയിലായി. പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ സോണിയ സുൽത്താൻ, അനിത കാതുൾ എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരിൽ നിന്നാണ് യുവതികൾ ട്രെയിൻ മാർഗം എറണാകുളത്ത് എത്തിയത്. തുടർന്ന് എക്സൈസും RPFും ചേർന്ന് 2 പേരുടെയും ട്രോളി ബാഗുകൾ പരിശോധിക്കുകയായിരുന്നു. ബാഗുകൾ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് വൻതോതിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ഇതര സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തിച്ച ചില്ലറ വിൽപ്പനക്കാർക്ക് നൽകുന്ന ഇടനിലക്കാരാണ് പിടിയിലായതെന്ന വിവരം. പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗളൂരു വഴിയാണ് ഇവർ കഞ്ചാവ് എത്തിച്ചത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കനത്ത മഴയ്ക്ക് സാധ്യത. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണമെന്നും അറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നിടയിൽ PV അൻവറിന് വേണ്ടി നിലമ്പൂരിലെത്തി ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ. തൃണമൂൽ കോൺഗ്രസിന്റെ MP-യാണ് യൂസഫ് പത്താൻ. നിലമ്പൂരിലെത്തിയ യൂസഫ് പത്താൻ ടർഫിൽ കുട്ടികളുമായി ആദ്യം ഏതാനും സമയം ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുകയും പിന്നാലെ ഗ്ലൗസ് അണിഞ്ഞ് ബാറ്റ് എടുത്ത് കുട്ടികളുമായി ക്രിക്കറ്റ് കളിക്കുകയും ചെയ്തു. ഇന്ത്യക്കായി വെടിക്കെട്ട് ഇന്നിംഗ്സുകളുമായി നിറഞ്ഞ താരത്തെ നേരിൽ കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു കുട്ടികൾ. ഞായറാഴ്ച ഉച്ചയോടെയാണ് നിലമ്പൂർ കോടതിപ്പടിയിലെ ടർഫിൽ സൂപ്പർ താരം എത്തിയത്. തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആകുമെന്നും യൂസഫ് പത്താൻ പറഞ്ഞു. വൈകിട്ട് നിലമ്പൂർ മുതൽ വഴിക്കടവ് വരെയുള്ള റോഡ് ഷോയിൽ അൻവറിന് വേണ്ടി യൂസഫ് പത്താൻ പങ്കെടുക്കും. PV അൻവറിനായി നിലമ്പൂരിൽ സിക്സർ അടിക്കാൻ യൂസഫ് പത്താൻ എത്തുന്നു എന്നായിരുന്നു അൻവർ ഗ്രൂപ്പിന്റെ പ്രചരണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. M സ്വരാജിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. ഉപതെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത 5 കോവിഡ് മരണം. കേരളത്തിൽ 2007 പേർ ചികിത്സയിൽ. രാജ്യത്താകെ 10 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പിൻവാങ്ങുമെന്ന് ഇറാൻ സന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ട്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഞായറും തിങ്കളും വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ഇതോടുകൂടി ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.